നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് സത്യങ്ങളൊക്കെ അറിയുവാണ്. ദേവേനയും നയനയും ആദർശിന് ഡീൽ ഉറപ്പിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോ അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ദേവേന ചോദിച്ചു, എന്താ ചേട്ടെ പറയണേ? ഡീല് കിട്ടിയില്ലെന്നോ? അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് ഡീല് കിട്ടിയില്ലെന്നോ? അപ്പോഴേക്കും നയന പറഞ്ഞു, അതുകൊണ്ടായിരിക്കുമല്ലേ മുത്തശ്ശന് 1-2 മണിക്കൂറായിട്ട് ആരോടും ഒന്നും മിണ്ടാതിരിക്കുക. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് പോലില്ല. ഞാൻ പോലും സംസാരിക്കാൻ ചെന്നിട്ട് എന്നോട് പോലും സംസാരിക്കാൻ കൂട്ടാക്കില്ല. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, എങ്ങനെ സഹിക്കാൻ പറ്റും അച്ഛന്? ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നല്ലേ. ഇതോടുകൂടി മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ ഇടിഞ്ഞു. 10% താഴേക്കാ പോയിരിക്കുന്നത്. എൻ ജ്വല്ലറിക്കാരാണ് ഡീൽ ഉറപ്പിച്ചിരിക്കണേ. എൻ ജ്വല്ലറിക്കാരോ? അതെ, 5 വർഷത്തെ കരാറാണ് അവർ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത്. അത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? അച്ഛന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആദർശന് അങ്ങനെ ഒരു പിഴവ് പറ്റുന്നല്ലോ. നയന പറഞ്ഞു, ആദർശേണ്ണ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അമ്മേ ആദർശേണ്ണെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യമില്ല, ആദർശേട്ടൻ കോൾ എടുക്കാതിരിക്കില്ല. ആദർശേട്ടൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നയനയ്ക്ക് അപ്പോഴേ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നയന പോയി ഫോൺ എടുത്ത് ആദർശനെ വിളിക്കുകയാണ്. ആദർശ് കോൾ എടുത്തു കഴിഞ്ഞപ്പോ ആദർശനോട് ചോദിച്ചു, ആദർശേട്ടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പോഴാണ് അറിയണേ. എന്താ സംഭവിച്ചേ? ആദർശേട്ട ഇത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അതെ, കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം. ഇപ്പോഴെന്താണെങ്കിലും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. വിശദമായിട്ട് ഞാൻ അവിടെ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന് പറഞ്ഞു, അല്ല ആദർശേട്ട, നയനെ മുത്തശ്ശൻ എന്തു പറയുന്നു? മുത്തശ്ശനെ നീ കണ്ട് സംസാരിച്ചോന്ന് ചോദിച്ചു. ഇതറിഞ്ഞതിന് ശേഷം മുത്തശ്ശനെ കണ്ടില്ല. പക്ഷെ അതിനു മുമ്പ് മുത്തശ്ശൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടാന്ന് തോന്നേ. അമ്മയോടാണെങ്കിലും എന്നോടാണെങ്കിലും മുത്തശ്ശൻ സംസാരിച്ചിട്ടില്ല. ആകെപ്പാടെ മൗനവ്രതത്തിലാന്ന് തോന്നേ. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, മുത്തശ്ശനെ സഹിക്കാൻ പറ്റിയിട്ടില്ലാന്ന് തോന്നേ. മുത്തശ്ശന് ഭയങ്കര വിഷമായും തോന്നേ. ആദർശണ്ണ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, എനിക്കിതൊക്കെ ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് നയന കോള് കട്ട് ചെയ്തു. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു നയനിക്ക്. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയില്ല. മുത്തശ്ശന്റെ സ്വഭാവം നന്നായിട്ടറിയാം. മുത്തശ്ശന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കും. അത്ര പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കുടുംബം വേറെ ബിസിനസ് വേറെ എന്ന് അങ്ങനെ കാണുന്ന ഒരാളാണ് മുത്തശ്ശൻ. അപ്പൊ പിന്നെ ആദർശേന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനും പറ്റില്ലല്ലോ. ഇതേ സമയത്ത് ജയനും അജയനും കൂടെ മൂർത്തി മുത്തശ്ശന്റെ മുറിയിലേക്ക് ഇല്ലുക. മുത്തശ്ശൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. മുത്തശ്ശന് എന്ത് ചെയ്യണമെന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോഴാണ് ജയനും അജയനും കൂടെ അങ്ങനെ ചെല്ലുന്നത്. ജയൻ ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേന്ന് ചോദിച്ചു. അതിന് മുത്തശ്ശൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഏൻ ജ്വല്ലറിക്കാരാണ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. അവരിപ്പം നമ്മളെക്കാളും ശക്തരാന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. ആദർശിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദർശ് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ആദർശ് അവിടെ എത്തിയിട്ടില്ലെന്ന് മാത്രം അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കളികളുണ്ടോന്ന് അറിയത്തില്ല. എതിരാളികളുടെ കൈകളുണ്ടോന്ന് അറിയില്ല. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, അവനിങ്ങോട്ടേക്ക് വരട്ടെ, എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, ആദർശന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്. ആ എൻ ജ്വല്ലറിക്കാര് അവരാണോ ഇതിന്റെ പിന്നിലെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതാ എൻ ജ്വല്ലറിക്കാരുടെ പിന്നിൽ ആരോ ഒരാൾ കളിക്കുന്നുണ്ടെന്ന്, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിട്ട്. എന്താ ഏതാണെന്നും അറിയത്തില്ല. എന്താണെങ്കിലും അവൻ വന്നതിന് ശേഷം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മുത്തശ്ശന് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ജയനും അജയനും കൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പം അജയൻ പറഞ്ഞു, അച്ഛന് ആകെപ്പാടെ മാറ്റമാണല്ലോ ജയേട്ടാന്ന് പറഞ്ഞു. അതെ, അച്ഛന് സഹിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ ആദർശന് സംഭവിച്ചെന്ന് അറിയില്ലാതെ അവിടെ ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്ന ഡീല് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയാനും. പക്ഷെ ഏഴ് ജോലിക്കാരുടെ ഡീല് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവരിതിനകത്ത് നന്നായിട്ട് കിടന്ന് കളിച്ചിട്ടുണ്ടെന്ന എന്തൊക്കെയോ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ന്യൂസിനകത്തൊക്കെ വാർത്ത വന്നു കഴിഞ്ഞു, മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിലെന്ന്. ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ അവരുടെ ഷെയർ പിൻവലിച്ചുകൊണ്ടിരിക്കുക. അവരൊക്കെ എൻ ജ്വല്ലറി ഷെയർ കൂടാൻ തുടങ്ങി. ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു തകർച്ചയാന്ന് പറഞ്ഞു. അല്ല, ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലോ. പക്ഷേ എങ്കിൽ എതിരാളികൾ ശക്തമായതുകൊണ്ടല്ലേ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. ജയനാണെങ്കിലും അജയനാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതേ സമയത്ത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. ജലജ പുറമേ അത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജാനകി ഉണ്ടായിരുന്നു. പാത്രമൊക്കെ കഴിക്കൊണ്ട് നിൽക്കുക. ജാനകിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കാണുമല്ലോ അല്ലേ? ജാനകി പറഞ്ഞു, അറിഞ്ഞെന്ന് പറയാം. അല്ല ആദർശന് ഇത് എന്താ പറ്റിയത്? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ദുബായിൽ തകർച്ചയായി, ഇപ്പാണ്ട കേരളത്തിലും തകർച്ചയായി. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അതെ ആദർശന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ജാനകിയോട് ആരാ പറഞ്ഞേ?
ആദർശ് കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനൊരു കടുത്ത നിലപാടെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. ഏയ്, അച്ഛൻ അങ്ങനെ ആദർശന് നിലപാടെടുക്കുവോ? പിന്നെ എടുക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മളൊക്കെ കമ്പനിയുടെ ആൾക്കാരല്ലേ, അപ്പൊ ഇതിന് ചോദ്യം ചെയ്തല്ലേ മതിയാവുള്ളൂ. കമ്പനി താഴ്ചയിലേക്ക് പോയിട്ടുണ്ടെങ്കിലേ ഇപ്പൊ ഉയർച്ചയിലേക്കല്ല ഷെയർ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്, താഴ്ചയിലേക്കാ. എത്ര ശതമാനം ഒറ്റയടിക്ക് കൂപ്പുകുത്തിയത്. ദുബായിൽ ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പൊ കേരളത്തിലും ഏൺ ജ്വല്ലറിക്കാരാ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അല്ല, ഏൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ടല്ലേ നബി പോയത്. അവൾക്ക് ഏൺ ജ്വല്ലറിക്കാര് നേടണം എന്നായിരുന്നു ആഗ്രഹം തോന്നുന്നത്. അവളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ സാധിച്ചല്ലോ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതിന് നവ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നവ്യ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടാണോ ഈ ഡീല് കിട്ടാത്ത? ഏൺ ജ്വല്ലറിക്കാർ നല്ല ശക്തരാണ്, മൂർത്തി ജ്വല്ലറിക്കാരെക്കാളും. പിന്നെ പോരാത്തതിന് നയനയുടെ ഡിസൈനേക്കാളും നല്ല ഡിസൈനിങ് ഒക്കെ അവർക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നേ. അതുകൊണ്ടാ. അല്ലെങ്കിലും ആദർശ് കുറെ കാലമല്ലേ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആ കസാരയിൽ MD സ്ഥാനത്ത്. ആള് മാറേണ്ട സമയമായെന്ന് തോന്നേ. അല്ല, എന്റെ മോനെ അബിയെ അവിടെ നിന്ന് അടിച്ചിറക്കിയതല്ലേ എല്ലാരും കൂടെ ചേർന്നിട്ട്. ഒടുവിൽ എന്തായി? ഇപ്പൊ നല്ല പണി തന്നെയല്ലേ കിട്ടിയേക്കുന്നേ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ഇതേ ജലജെ, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ നീ ഇറങ്ങിയേക്കരുത്. അറിയാലോ, അച്ഛനെങ്ങാനും ഇങ്ങനത്തെ വർത്താനം കേട്ടാൽ നിന്നെ ആദ്യം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. എടി, ഇത്രയും കാലം ഈ വീട്ടിലെ ഉപ്പും ചോറും നിന്ന് നീ വളർന്നല്ലേ. എന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ, ഒരു തകർച്ച ഉണ്ടായി കഴിയുമ്പോൾ അനന്തപുരിക്കാരോടൊപ്പം നിൽക്കാനുള്ളതിന് നീ തലതിരിച്ച് കുത്തുന്നോ? മൂർഖം പാവനാണല്ലോ ഇത്രയും കാലം പാല് തന്നേന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനുള്ള സത്യാവസ്ഥ അങ്ങോട്ട് പുറത്ത് പറഞ്ഞല്ലേ. ഇനിയിപ്പോ എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ. അറിഞ്ഞ കാര്യം പറഞ്ഞെന്നുള്ളൂ. ന്യൂസിനകത്തൊക്കെ വരുന്നുണ്ട്. ഏൺ ജ്വല്ലറിക്കാർ ഡീൽ ഉറപ്പിച്ചു, മൂർത്തി ജ്വല്ലറി തകർച്ചയിലേക്കെന്ന്. അപ്പൊ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോയി. ഇതേ സമയത്ത് നയന നല്ല ടെൻഷനിലാണ്. നയനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്താ ഏതൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയത്തില്ല. എവിടെ ഒരു ശത്രു മറിഞ്ഞിരിപ്പുണ്ടെന്ന് ആദർശേട്ടൻ പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യം മുത്തശ്ശനും അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും മാത്രം പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തി ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ആദർശേട്ടൻ ഈ ഡീൽ ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. അപ്പോഴാണ് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നത്. അവന്തിക കണ്ടു അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നയനെ. ആ കാഴ്ച കണ്ടപ്പോൾ അവന്തിക്ക് സന്തോഷമായി. ഈ സങ്കടം കാണാൻ വേണ്ടിയിട്ടാടി ഞാനിരുന്നേ. എൻ്റെ അമ്മയോ എൻ്റെ ഏട്ടനെയൊക്കെ ഇവിടെ ഇട്ട് ഇഷ വരപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീയൊക്കെ. അപ്പം നിനക്കിട്ടൊക്കെ ഉള്ള ഒരു ഒന്നാന്തരം പണിയായത്. പിന്നീട് അവന്തിക്ക് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് വളരെ വിഷമത്തോടു കൂടി വന്നിട്ട് പറഞ്ഞു, എന്നാലും നൈനേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. പാവ ആദർശാണ് നല്ല വിഷമായി കാണൂല്ലേ. ആദർശാണ് ചേച്ചി വിളിക്കോ മറ്റോ ചെയ്തോ? നൈന പറഞ്ഞു, ഞാൻ വിളിച്ചു. എന്നിട്ട് ആദർശാണ് എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവന്തിയെ. വന്ന് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞു. അല്ല, ആദർശാണ് ഇനി വരുമ്പോ മുത്തശ്ശൻ കടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുവോ? കടുത്ത തീരുമാനങ്ങളോ? അതെന്താ? അല്ല, ഇപ്പം ദുബായിലും തകർച്ചയാണല്ലോ, പോരാത്തിന് കേരളത്തിലും ഏൺ ജ്വല്ലറിക്കാര് ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടോണ്ടിരിക്കല്ലേ. ഷെയർ മാർക്കറ്റ് അവർ പിടിച്ചെടുത്തോണ്ടിരിക്കുവല്ലേ. അങ്ങനെ ഒരു സാഹചര്യത്തില് മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല. അല്ല, നയനേച്ചിക്ക് തന്നെ അറിയാലോ, പണ്ട് തൊട്ടേ മുത്തശ്ശൻ ഇത്ര സ്ട്രിക്റ്റ് ആ കാര്യങ്ങള്, ജ്വല്ലറി കാര്യങ്ങൾ പ്രത്യേകിച്ചും. മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല തകർച്ചയിലേക്ക് പോകാന്നുള്ളത്. അല്ല, മുത്തശ്ശൻ കമ്പനിയുടെ MD ആയിട്ടിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമം മുത്തശ്ശന് കാണും. അപ്പൊ എന്താണെങ്കിലും എനിക്കൊരു പേടി ആദർശാണെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്നാ. അത് കേട്ടപ്പോൾ നയനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അവന്തേക്ക് സന്തോഷമായി. ഇവള് ഗർഭിണിയാണ്, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കൂടെ എങ്ങനെയും ഒന്ന് പോയാൽ മതി എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നില്ലേ നയനേച്ചി. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആദർശേട്ടൻ പാവ, നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവക്കാരനാ. ഇത്രയും കാലം കമ്പനിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒറ്റയടിക്ക് MD സ്ഥാനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ആദർശാണ് നല്ല വിഷമമായിരിക്കും എന്ന് പറഞ്ഞു. അതെ, നയനേച്ചി വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയുടെ മനസ്സിലേക്ക് തീ കോരിയിട്ടിട്ട് അവന്തിക അങ്ങോട്ടേക്ക് പോയി. നയനെ ആലോചിച്ചു, ദൈവമേ, ആദർശേട്ടന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി ആദർശേട്ടൻ വരുന്ന കഴിയുമ്പത്തിനും മുത്തശ്ശൻ ചിലപ്പം ആദർശേട്ടന് ശിക്ഷ കൊടുക്കുവോ, MD സ്ഥാനത്തൊന്നും മാറ്റുവോ? മുത്തശ്ശന് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരിക്കും. അതൊക്കെ ഓർത്ത് നയനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.